നമസ്കാരം. എല്ലാവർക്കും PSC മെന്ററിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് മലയാള വിഭാഗത്തിലെ പദശുദ്ധി എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ പദശുദ്ധി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ 10th ആയിരുന്നാലും 12th ആയിരുന്നാലും ഡിഗ്രി ലെവൽ എക്സാമുകളായിരുന്നാലും അങ്ങനെ ഏത് എക്സാം ആയിരുന്നാലും നമുക്ക് ഈ പദശുദ്ധി ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ് അല്ലേ? അപ്പോൾ ഒരു എക്സാമിന് പോലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ് പദശുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നിങ്ങളിത് ആദ്യം ശ്രദ്ധിച്ചു കാണും. നമുക്ക് ഈ പദശുദ്ധി എന്ന് പറയുന്ന കാര്യം എന്താ പദശുദ്ധി? നമ്മൾ ഈ സംഭാഷണ ശകലങ്ങളിലൊക്കെ ഒരുപാട് വാക്കുകൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ, പദങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഈ പറയുന്ന പദങ്ങളെല്ലാം കറക്റ്റ് ആവണം എന്നില്ലല്ലോ അല്ലെ. ചിലപ്പോൾ നമ്മുടെ ചിന്തയിൽ എന്താ നമ്മൾ വിചാരിക്കുക, ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണ്. പക്ഷേ പല പദങ്ങളും നമ്മൾ തെറ്റായ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ തെറ്റായ രീതിയിൽ ഉച്ചരിക്കുന്നത് പോലെ തന്നെ തെറ്റായ രീതിയിൽ നമ്മളത് എഴുതുകയും ചെയ്യും. ഇങ്ങനെ ഈ പദങ്ങൾക്ക് ദോഷം സംഭവിക്കും. അപ്പോൾ ഇത്തരമൊരു കാര്യമാണ് ഈ പദശുദ്ധി എന്ന് പറയുന്ന ഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ വൈയാകരണന്മാര് ഇങ്ങനെ തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ കറക്റ്റായ രീതിയിൽ എങ്ങനെ ആ ഒരു പദപ്രയോഗം വരാം എന്നുള്ള രീതിയിൽ വ്യാകരണ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് പദങ്ങളുണ്ട്. ഇപ്പോൾ അക്ഷരമാലയിൽ ആ മുതൽ അതുപോലെ തന്നെ യാ, രാ, ല, വ, ശ, ഷ, സ, ഹ അങ്ങനെ എല്ലാ അക്ഷരങ്ങളും ചേർന്ന് വരുന്ന പല പദങ്ങളും. അപ്പോൾ ഒരു നിരവധി പദങ്ങൾ, അപ്പോൾ ഒന്നോ രണ്ടോ അല്ല, ഒന്നിലധികം പദങ്ങൾ അല്ലെങ്കിൽ 1000-ലധികം പദങ്ങൾ, 2000-ലധികം പദങ്ങൾ, നമ്മൾ എണ്ണിയാൽ ഒടുങ്ങാത്ത തരത്തിലുള്ള പദങ്ങൾ ഈ പറയുന്ന മലയാള ഭാഷയിൽ ഉണ്ട്. അപ്പോൾ ഈ ചില എന്താ പറയുക, ചിഹ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്താ പറയുക, പല തെറ്റുകളും സംഭവിക്കും. ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്ന രീതി കറക്റ്റ് അല്ലാതെ വരുന്നത് കൊണ്ട് പല തെറ്റുകളും സംഭവിക്കാം. അപ്പോൾ നമുക്കതിൽ ഓരോരോ പദങ്ങളായിട്ട് നമുക്ക് ഒന്ന് വിശകലനം ചെയ്ത് പോവാം. എങ്ങനെയാ അത് എഴുതേണ്ടത്, ഉച്ചരിക്കുന്നത് പോലെ ആണോ അത് എഴുതേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം കൊടുത്തേക്കുന്നത് നോക്കിയേ, അസ്തമനം. ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു പദമാണോ? അസ്തമനം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഉപയോഗിച്ച് കാണാറുള്ള ഒരു പദമാണ്. അസ്തമനം അല്ലെ, എന്താണ് സൂര്യൻ അസ്തമിക്കുന്നതിനെയൊക്കെ നമ്മൾ ഇങ്ങനെ പറയുന്നുണ്ട് അസ്തമനം എന്നൊക്കെ. പക്ഷേ ഇതിൽ ശരിക്കും നമ്മൾ എങ്ങനെയാ ഉപയോഗിക്കേണ്ടത്? അസ്തമയം, ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അതുപോലെ അസഹനീയം. എന്താ അസഹനീയം? അസഹനീയം എന്ന് പറയുന്നത് നമുക്ക് സഹിക്കാൻ പറ്റാത്തതായിട്ടുള്ളത്, അതാണല്ലോ അസഹനീയം. അപ്പോൾ ഇതിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ 2 സ കൊടുത്തിട്ടുണ്ട്. ഈ സ എന്നുള്ള രീതിയിലാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അസഹനീയമാണോ അസഹനീയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് എന്താ നമുക്ക് വേണ്ടത്? അസഹനീയമാണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ അസഹനീയം എന്ന് പറയേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. അതുപോലെ അസ്തപ്രജ്ഞൻ. അസ്തപ്രജ്ഞൻ, അത് നോക്കിയേ, സ്തപ്രജ്ഞൻ. ഈ സ്ഥായാണോ നമുക്ക് അവിടെ വേണ്ടത്? അസ്തപ്രജ്ഞൻ എന്ന് പറയുന്ന വാക്കിന് അർത്ഥം എന്ന് പറയുന്നത് ബോധം നശിച്ചവൻ എന്നാണ്. അപ്പോ അസ്തപ്രജ്ഞൻ എഴുതേണ്ടത് ഈ സായും തായും കൂടെ ചേർന്ന് വരുന്ന അസ്ത എന്നുള്ളത്, അസ്ഥ എന്നല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്. എങ്ങനെയാണ്? അസ്തപ്രജ്ഞൻ എന്നുള്ള രീതിയിലാണ് അത് ഉപയോഗിക്കേണ്ടത്. അതുപോലെ അസ്ഥിവാരം. നോക്കിയേ, അസ്ഥിവാരം, ഇത് ശരിയായിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു പ്രയോഗമാണോ? അസ്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ സായും അതുപോലെ ധായും കൂടെ ചേർന്ന് വരുന്ന അസ്ഥി എന്നുള്ള വാക്കിന് നമ്മുടെ ബോൺ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അസ്ഥിവാരം എന്ന് പറയുന്നത് ശരിക്കും ഈ ബോൺ അല്ല വരേണ്ടത്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, അവിടെ വരേണ്ട എന്താണ്? ഈ സായും തായും കൂടെ ചേർന്നിട്ടുള്ളതാണ് വരേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത്. അസ്ഥിവാരം എന്നുള്ളതിന് അർത്ഥം എന്ന് പറയുന്നത് അടിസ്ഥാനം എന്നുള്ള രീതിയിലാണ് പറയുന്നത്, ബേസ് എന്നുള്ള രീതിയിൽ. അടുത്ത നോക്കിയേ, വിമ്മിഷ്ടം എന്നുള്ളത്. വിമ്മിഷ്ടമാണോ വിമ്മിട്ടമാണോ കറക്റ്റ് ആയിട്ടുള്ള ഉപയോഗം? നോക്കിയേ, ഈ വിമ്മിഷ്ടം, ഇഷ്ടം അതാണോ വരേണ്ട അവിടെ? അല്ല, നമുക്ക് വിമ്മിട്ടമാണ് വരേണ്ട പദം എന്ന് പറയുന്നത്. വിമ്മിട്ടമാണ്. അപ്പോൾ അത് തെറ്റായിട്ട് ഉപയോഗിക്കുന്നതാണ് വിമ്മിഷ്ടമെന്ന്. ഇഷ്ടമെന്നല്ല പറയുന്നത്. എന്താ പറയുന്നത്? വിമ്മിട്ടം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ശരിക്കും എന്താ പറയാ, ഇത് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വിമ്മിഷ്ടമല്ല, എന്താണ്? വിമ്മിട്ടമാണ്. വിമ്മിട്ടം എന്ന് പറഞ്ഞാൽ നമുക്കൊരു അസ്വസ്ഥത, എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ പറയില്ലേ, എന്താണ്, ഓ എനിക്ക് എന്തോ പോലെ വരുന്നു, വിമ്മിഷ്ടം വരുന്നു എന്നുള്ളൊരു, എനിക്ക്
എന്തോ വിമിഷ്ടമാണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ അതിൽ ശരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ട എന്താണ്? വിമ്മിട്ടമാണ്, എന്തല്ല, വിമ്മിഷ്ടം അല്ല, ഇഷ്ടമല്ല, അവിടെ ഇട്ടമാണ് നമുക്ക് വേണ്ടത്. അതുപോലെ വിൽപത്തിയാണോ? വിൽപത്തിയല്ല, നമ്മൾ ഉപയോഗിക്കേണ്ടത് വ്യുത്പത്തി എന്നുള്ള രീതിയിലാണ് അത് ഉച്ചരിക്കേണ്ടത്. വ്യുത്പത്തി എന്നാണ് പറയേണ്ടത്, വിൽപത്തി അല്ല. അതുപോലെ ശരത്ചന്ദ്രൻ, ഇത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നമ്മൾ കണ്ടുവന്നൊരു ക്വസ്റ്റ്യൻ ആണ് ശരത്ചന്ദ്രൻ. ഇത് ശരത്ചന്ദ്രൻ എന്നുള്ളത് എന്താ അതിന്റെ അർത്ഥം? ശരത്കാല ആകാശത്തിലെ ചന്ദ്രൻ എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ശരത്കാലത്തിലെ ചന്ദ്രൻ എന്നുള്ള രീതിയിലാണ് അതിന്റെ ഒരു അർത്ഥം വരുന്നത്. അപ്പോ നമുക്ക് വേണ്ടത് ചന്ദ്രനാണ്, അവിടെ എന്തല്ല വേണ്ടത്? ചന്ദ്രനല്ല വരേണ്ടത്. ഇത് നമുക്ക് ആവശ്യം ഇല്ല. അതുപോലെ വ്യഞ്ജനമല്ല, എന്താണ് നമുക്ക് വേണ്ടത്? വ്യഞ്ജനമാണ്. അപ്പൊ ഇവിടെ ജനം, നിങ്ങൾ വ്യഞ്ജനം എന്ന് നമ്മൾ ഒരിക്കലും പറയാറില്ല, വ്യഞ്ജനം എന്നേ പറയാറുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം? ജനം അവിടെ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. വ്യഞ്ജനമാണ് നമുക്ക് വേണ്ടത്, എന്തല്ല? വ്യഞ്ജനം അല്ല. അടുത്ത നോക്കിയേ, ഹാർദവം. ഇത് പല പൊതുവേദികളിലൊക്കെ അല്ലെ കേട്ടു വന്നിട്ടുള്ള ഒരു പദമാണ് ഹാർദവം. മന്ത്രിയെ വേദിയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. എന്തിനാ ഈ ഹാർദവമായിട്ട് എന്ന് പറയുന്നത്? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് ഹാർദം എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിച്ചാൽ ആ ഒരു പദം കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഹാർദവം വേണ്ട, നമുക്ക് എന്ത് മതി? ഹാർദം മതി. അപ്പോൾ ഹാർദമാണ് ശരിയായിട്ടുള്ള വാക്ക്. ഒരിക്കലും ഹാർദവം നിങ്ങൾ ഉപയോഗിക്കരുത്. ഇതും ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ കഴിഞ്ഞ എക്സാമുകളിലൊക്കെ കണ്ടുവന്ന ഒരു റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് തന്നെ എന്ത് ചെയ്യുക? നിങ്ങൾ നോക്കി പോവുക, കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കി പോവുക. അടുത്ത് നോക്കിയേ, നമ്മൾ പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിട്ടേക്കും, നമ്മൾ സാധാരണ സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ സംഭാഷണ ശകലത്തിലൊക്കെ വരുന്നതാണ് ലൗകികം എന്നുള്ളത്. ഇത് ശരിയാണോ? ഈ ലൗകികം എന്ന് പറയുന്നത് ശരിയാണോ? അപ്പോൾ നമുക്ക് അത്രയും ആ ഒരു ഇകാരം നമ്മൾ ദീർഘിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? അവിടെ ഈ ദീർഘിച്ച ഇകാരം മാറ്റിയിട്ട് ദീർഘിക്കാത്ത ഹ്രസ്വമായിട്ടുള്ള ഇകാര ചിഹ്നം അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ വാക്ക് കറക്റ്റ് ആവും. അപ്പോൾ അതിന്റെ പേരെന്താ, അത് എങ്ങനെയാ നമ്മൾ ഉപയോഗിക്കേണ്ടത്? ലൗകികം എന്നല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത്, ലൗകികം. അത് മതി. ലൗകികമല്ല, എന്ത് മതി? ലൗകികം മതി. ഇകാരം നീട്ടാതെ നമ്മൾ ഹ്രസ്വമായിട്ട് ഉപയോഗിച്ചാൽ മതി, ലൗകികം. ലൗകികം എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകത്തെ സംബന്ധിച്ചതാണ് ലൗകികം. ലോകത്തെ സംബന്ധിച്ചത് അല്ലെ? ലൗകികം എന്ന് പറയുന്നത് ലോകത്തെ സംബന്ധിച്ചത് എന്നുള്ള അർത്ഥത്തിലാണ് അത് വരുന്നത്. അടുത്ത ദൈവീകം എന്ന് നമ്മൾ ഉപയോഗിക്കും. ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ഈ ദൈവീകം എന്ന് പറഞ്ഞിട്ട് സംസാരിക്കാറുണ്ട്. പക്ഷേ നമുക്ക് അവിടെ ദൈവികമല്ല വേണ്ടത്, എന്താണ്? ദൈവികം മതി. ദൈവികം, ദൈവത്തെ സംബന്ധിച്ചത് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എന്ത് മതി? ദൈവികം. അപ്പൊ ഇകാരം അവിടെ ഹ്രസ്വമായിട്ട് ഉച്ചരിച്ചാൽ മതിയാവും. അതുപോലെ ധാർമ്മികം, അതിന്റെ ആവശ്യമില്ല. ധർമ്മത്തെ സംബന്ധിച്ചത്, ധാർമ്മികമല്ല, എന്ത് മതി? നമുക്ക് ധാർമ്മികം എന്നുള്ള രീതിയിൽ അതിനെ ഉച്ചരിച്ചാൽ മതിയാകും. അടുത്ത നാഗരീകം, നഗരത്തെ സംബന്ധിച്ചത് നാഗരികമാണ്. ഒരിക്കലും അതെന്തല്ല? നാഗരികമല്ല. ഇത് തെറ്റാണ്, ഇതാണ് ശരി, നാഗരികം. അതുപോലെ പിശാചിനെ സംബന്ധിച്ചത് ഒറ്റപ്പദം എന്താണ്? പൈശാചികമാണ് അല്ലെ? അത് പൈശാചികമല്ല. അപ്പൊ ഇവിടെ നമുക്ക് ഇകാരം നീട്ടം വേണ്ട, എന്ത് മതി? പൈശാചികം എന്ന് മതി. ചീകമല്ല, ചികം മതി. അതാണ് കറക്റ്റ്. അതുപോലെ ഭാഗികം എന്നാണ് നമ്മൾ പറയുന്നത്. ചില സന്ദർഭങ്ങളിൽ അങ്ങനെ നമ്മൾ ഉപയോഗിക്കും. പക്ഷേ ഭാഗികമല്ല, എന്ത് മതി? നമുക്കവിടെ ഭാഗികം മതി. ഇകാരം ദീർഘിക്കേണ്ട, ഹ്രസ്വമായിട്ടുള്ള ഇകാര ചിഹ്നം അവിടെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അടുത്ത് നോക്കിയേ, സന്മാർഗീകം.
സന്മാർഗീകം നമ്മൾ പറയാറില്ല. അവിടെ നമ്മൾ എന്താണ് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ഇകാരത്തിന് ദീർഘം വരില്ല. അതുപോലെ സകാരം ഇല്ലേ, സകാരത്തിന്റെ അടുത്തായിട്ട് അകാരത്തിന്റെ ചിഹ്നം കൂടെ അവിടെ ആവശ്യമാണ്. സാൻമാർഗികം എന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇത് സന്മാർഗീകം എന്നുള്ള തെറ്റാണ്. നമുക്ക് വേണ്ട എന്താണ്, സകാരത്തിനടുത്ത് അകാരത്തിന്റെ ചിഹ്നം വേണം. അതുപോലെ തന്നെ ഇകാരം എന്ത് ചെയ്യണം, ദീർഘിക്കേണ്ട, ഹ്രസ്വം മതി. അതുപോലെ ഗകാരം ഇരട്ടിക്കണം. ഇവിടെ ഗകാരം ഇരട്ടിച്ചില്ല, ഇവിടെ ഗകാരം ഇരട്ടിക്കണം. അപ്പൊ എങ്കിൽ മാത്രമേ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു പദമായിട്ട് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് കിട്ടത്തുള്ളൂ. സാൻമാർഗികം എന്നുള്ള രീതിയിൽ അത് ഉപയോഗിച്ചാൽ മതി. അടുത്ത നോക്കിയേ, മൗലികം. മൗലികം എന്ന് നമ്മൾ ദീർഘിപ്പിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ മൗലികം എന്ന് മാത്രം എന്താണ് ഉച്ചരിച്ചാൽ മതിയാകും. അപ്പൊ ഇവിടെ ഹ്രസ്വമായിട്ടുള്ള ഇകാരമാണ് വേണ്ടത്. അടുത്ത നോക്കിയേ, വാർഷികം. വാർഷികമാണോ? വാർഷികമല്ല, ഇവിടെ നമുക്ക് വേണ്ടത് വാർഷികമാണ്. വാർഷികം എന്ന് പറയുന്നത് എന്താണ്, വർഷത്തെ സംബന്ധിച്ചത് വാർഷികം. വാർഷികം നമുക്ക് ആവശ്യമില്ല. എന്ത് മതിയടാ, നമുക്ക് വാർഷികം മതി. ഇകാരം ഹ്രസ്വ ഇകാരം നമ്മൾ ഇവിടെ ഉപയോഗിച്ചാൽ മതി, ദീർഘ ഇകാരം ആവശ്യമില്ല. അതുപോലെ നോക്കിയേ, വൈദികൻ. വേദം പഠിച്ചവനാണ് വൈദികൻ. അപ്പോ വേദം പഠിച്ചവൻ വൈദികനല്ല, എന്താണ്, വൈദികനാണ്. വേദം പഠിച്ച ആളാണ് വൈദികൻ. അപ്പോ നമുക്കിവിടെ ഇകാരം നീട്ടണ്ട, എന്താണ്, കുറുകിയ ഇകാരം മതി. അതായത് ഹ്രസ്വമായിട്ടുള്ള ഇകാരം നമുക്ക് മതി. അപ്പോൾ നമുക്ക് ഇതിന്റെ കൂട്ടത്തിലെ ഒരു കാര്യം അങ്ങ് പറഞ്ഞു പോവാം. നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ്, അതുപോലെ SI മെയിൻസ്, ഡിഗ്രി ലെവൽ പ്രിലിംസ് 2026 ബാച്ച്, അപ്പോൾ ഇതിന്റെ എല്ലാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒട്ടും അകലെ അല്ല. എന്തെങ്കിലും നിങ്ങൾക്ക് ഇനി അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഒരു എന്താണ് പ്രിപ്പറേഷൻ എനിക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ബാച്ചുകളിലേക്കെല്ലാം നിങ്ങൾക്ക് ഇനിയും അഡ്മിഷൻ എടുക്കാൻ സമയമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലൊരു ചാൻസ് ആണ്, അത് മിസ്സാക്കരുത്. 2026 ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ക്ലാസ് ഒക്കെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ എന്താ പറയുക, KS മെന്റർ എന്ന് പറയുന്നത് ഒരുപാട് കുട്ടികൾക്ക് റാങ്കിലേക്ക് എത്തിക്കാനായിട്ട് വഴി കാണിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു മാർക്ക് നേടണം, ഇപ്പോൾ മെയിൻസിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരില്ലേ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അവർക്ക് ഇനി അടുത്ത മെയിൻസിൽ കുറച്ചുകൂടെ മാർക്ക് വേണം എന്ന് ചിന്തിക്കുന്നവരെ, എനിക്കൊരു റാങ്ക്, ഒരു ഏതെങ്കിലും ഒരു റാങ്ക് പോരാ, എനിക്കൊരു ഏറ്റവും മുകളിലുള്ള ഒരു ഹയസ്റ്റ് റാങ്കിൽ തന്നെ എനിക്ക് എത്തണം, എൻ്റെ ഒരു പൊസിഷൻ എനിക്ക് അവിടെ ഉറപ്പിക്കണം എന്നുള്ള രീതിയിൽ ഒക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. കാരണം ഒരുപാട് റാങ്ക് ഹോൾഡേഴ്സിനെ നമുക്ക് ഇവിടുന്ന് ഇറക്കി വിടാനായിട്ട് പറ്റിയിട്ടുണ്ട് അല്ലേ, നല്ലൊരു റാങ്കിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ 2026 ഡിഗ്രി പ്രിലിംസിലേക്ക് അങ്ങനത്തെ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജൂലൈ 2-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് കമൻറ്റ് ചെയ്താൽ മതി, ഡീറ്റെയിൽസ് അയച്ചു തരാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽസ് ഉണ്ട്. അപ്പം ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സിൻ്റെയും ഹാൻഡ് ഔട്ട്സും കാര്യങ്ങളും എല്ലാം കിട്ടും. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത ഭാഗത്തേക്ക് പോകാം. നോക്കിയേ, അവിടെ ഇകാരം തീരുന്നില്ല. ആന്തരീകം. ആന്തരികം എന്നല്ല നമ്മൾ പറയണം. നമ്മൾ ഇതുവരെ പറഞ്ഞു വന്ന എന്താണ്, ലൗകികം എന്ന് പറയണ്ട, ലൗകികം എന്ന് പറഞ്ഞാൽ മതി. ദൈവീകം എന്ന് പറയണ്ട, ദൈവികം എന്ന് പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ എന്താ പറഞ്ഞ വേറെ കുറെ കാര്യങ്ങൾ ഇതേപോലെ പറഞ്ഞല്ലോ. പക്ഷേ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ആന്തരികം എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് തെറ്റായിട്ടാണ് വരുന്നത്. അവിടെ നമുക്ക് ഇകാരത്തിന്റെ ദീർഘിച്ച ഇകാര ചിഹ്നം ആവശ്യമില്ല. എന്ത് മതി, നമുക്ക് ആന്തരികം എന്ന ഹ്രസ്വമായിട്ടുള്ള ഇകാരം മതി. അപ്പോൾ നമ്മളത് ദീർഘിപ്പിച്ച് ആന്തരികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും, അത് തെറ്റാവും. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിച്ചു വെക്കുക. ആന്തരികമല്ല, എന്ത് മതി, നമുക്ക് ആന്തരികം എന്ന് നമ്മൾ ആ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതിയാകും. അതുപോലെ നോക്കിയേ, നമ്മൾ ഇതേപോലെ തന്നെ ഈ ഇകാരത്തിന്റെയും അകാരത്തിന്റെ നമുക്ക് വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും അല്ലെ, വായനാവാരം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോ
ഇതില് എന്താ പറയാ, അച്ചടി പിശക് കൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഈ പറയുന്ന വായനാ വാരം എന്നുള്ള രീതിയിലൊക്കെ പദങ്ങൾ കാണാൻ പറ്റും. പത്രത്തിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, വായനാ ദിനം ആഘോഷിച്ചു എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഈ പറയുന്ന അകാരം വായന വാരം മതി, എന്ത് വേണ്ട, വായനാ വാരം എന്നുള്ള രീതിയിൽ നമ്മൾ ആ പദത്തിന് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെ വരുന്നത് തെറ്റാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വായന വാരം എന്നുള്ള രീതിയിൽ അത് എഴുതിയാൽ മതിയാകും. പറയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ഉച്ചരിക്കുമ്പോൾ നമ്മൾ എന്ത് വേണ്ട, ആ അകാരത്തിന് അത്രയും ദീർഘം കൊടുത്ത് നമ്മൾ വായനാവാരം എന്നുള്ള രീതിയിൽ പറയേണ്ട ആവശ്യമില്ല, വായനവാരം എന്നുള്ള രീതിയിൽ മതി. അതുപോലെ തന്നെ വായനശാല, വായനശാല എന്ന് പറഞ്ഞാൽ മതി, വായനാശാല എന്നുള്ള രീതിയിൽ നമ്മളത് പറയേണ്ട ആവശ്യമില്ല. അതുപോലെ നമ്മൾ ഈ അകാരം, അതുപോലെ ഗീതാ ഗോവിന്ദം എന്നുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഗീതാ ഗോവിന്ദം, അവിടെ എന്ത് മതി നമുക്ക്, ഗീത ഗോവിന്ദം മതി, ഗീത ഗോവിന്ദം. ഇതിന്റെ ആവശ്യമേ അവിടെ നമുക്ക് വരുന്നുള്ളൂ. ഈ ഗീത, തായുടെ അടുത്ത് കിടക്കുന്ന അകാരം ആവശ്യമില്ലാതെ വന്ന് കയറി കിടക്കുന്ന ഒരു അകാരമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആവശ്യമില്ലാത്ത സാധനത്തിനെ അങ്ങ് ഒഴിവാക്കുക, അത് ആവശ്യമില്ല നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഉച്ചാരണം എങ്ങനെയാണ് വരേണ്ട, ഗീത ഗോവിന്ദം എന്നുള്ള രീതിയിൽ മതി. അതുപോലെ ഈ ഉത്തര കേരളത്തിലോട്ടൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് അവിടെയൊക്കെ ഉപയോഗിച്ച് കേൾക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് അതാത്. അതാത് എന്നുള്ളൊരു വാക്ക് നമ്മളവിടെ കേൾക്കാം, സാധാരണയായിട്ട് കേൾക്കാം. എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ പലരും നമ്മൾ പറയുന്ന കൂട്ടത്തിൽ അതാത് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഈ പറയുന്ന പോലെ ഈ ഗീതഗോവിന്ദത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഈ അതാതിനും ഈ ആവശ്യമില്ലാത്ത അകാരം കയറി വരേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാത് എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. എന്ത് മതി നമുക്ക്, അതത് എന്നുള്ള രീതിയിൽ ഉപയോഗിച്ചാൽ മതിയാകും. അപ്പൊ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സാമ്രാട്ട്, സാമ്രാട്ട് ചക്രവർത്തി എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദവാ സാമ്രാട്ട്. അപ്പൊ ഇവിടെയും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന അകാരം ചുമ്മാ കയറി വന്നിരിക്കുക അതിനകത്ത്, അതിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആ വേണ്ടാത്ത സാധനത്തിനെ അങ്ങ് ഒഴിവാക്കുക. അപ്പോൾ ശരിക്കുമുള്ള ഉച്ചാരണം എങ്ങനെയാണ്, സമ്രാട്ട് എന്നുള്ള രീതിയിൽ മതി, സാമ്രാട്ട് എന്നുള്ള രീതിയിൽ നമുക്കത് ആവശ്യമില്ല. അടുത്ത നോക്കിയേ, അനാശ്ചാദനം. പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അനാശ്ചാദനം എന്നുള്ളത്. ഈ ശായും ചായും കൂടെ നമ്മൾ ഉച്ചരിക്കുന്നത് ച എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ശരിക്കും അനാച്ഛാദനം മതി, ചാദനം ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയേ, അച്ഛൻ്റെ ഇച്ഛ, ഈ അച്ഛൻ്റെ ഇച്ഛ നമുക്ക് മതി അല്ലെ, അനാശ്ചാദനമല്ല, അച്ഛൻ്റെ ഇച്ഛയുള്ള അനാച്ഛാദനം മതി. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ഇച്ഛ എന്നുള്ള അക്ഷരം നമുക്ക് അവിടെ ഉപയോഗിച്ചാൽ മതിയാകും. എന്താ ആച്ഛാദനം എന്ന് പറയുന്നത്, ആച്ഛാദനവും സെയിം ആണ്. അപ്പൊ അതെങ്ങനെ എഴുതേണ്ടത്, ആച്ഛാദനം, ഇങ്ങനെയാണ് എഴുതേണ്ടത്, ആച്ഛാദനം. ആച്ഛാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറയ്ക്കുക എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ ഒളിപ്പിക്കുക, മറയ്ക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ആച്ഛാദനം ഉപയോഗിക്കാറ്. അപ്പോൾ അനാച്ഛാദനം എന്ന് പറഞ്ഞാൽ മറ നീക്കുക എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഒരു അർത്ഥം വരുന്നത്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന രീതിയിൽ എന്താ, ഈ ഇച്ഛ, അച്ഛൻ്റെ ഇച്ഛ അവിടെ ഉപയോഗിച്ചാൽ മതിയാകും. നമുക്ക് വേറെ എന്താണ് ഈ പറയുന്ന ചായോ അങ്ങനെ ഒരു സാധനവും നമുക്കവിടെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നോക്കിയേ, ആപത് ശങ്ക. എങ്ങനെയാ ആപത് ശങ്ക നമ്മൾ എഴുതേണ്ടത്, ഈ ഷായാണോ നമുക്ക് വരേണ്ടത്, ഒന്ന് നോക്കിയേ, ആപത് ശങ്ക ഇതാണോ നമുക്ക് വരേണ്ടത്, അല്ല, ഇച്ഛ, അച്ഛൻ്റെ ഇച്ഛ കയറിയാണ് പറയേണ്ടത്, ആപത് ശങ്ക എന്നുള്ള രീതിയിലാണ് നമുക്കത് ഉപയോഗിക്കുക. അതിൻ്റെ ശരിയായിട്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത് ആ ചായും ഛായും ചേർന്നുള്ള ആ ഒരു അക്ഷരമാണ് നമുക്ക് അവിടെ ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ആപത് ശങ്ക എന്നുള്ളത് തെറ്റാണ്, അവിടെ വേണ്ടത് ഇച്ഛായാണ്. ഏതാ, ചായും ഛായും ചേർന്നിട്ടുള്ള അക്ഷരമാണ് അവിടെ ആവശ്യം. അപ്പൊ ആപത്ത് ഉണ്ടാകും എന്നുള്ളൊരു ഭയം, അതിനെയാണ് ആപത് ശങ്ക എന്ന് നമ്മൾ പറയാറ്. അടുത്ത് നോക്കിയേ, ഞാൻ നേരത്തെ പറഞ്ഞ ആച്ഛാദനം. ആച്ഛാദനം എന്ന് പറയുന്നത് എന്താണ്, മറയ്ക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഇച്ഛായാണ് നമുക്ക് അവിടെ ആവശ്യം. ഏത് വേണ്ട, ഈ ചായും ചായും കൂടെ ചേർത്തിട്ടുള്ള ഇച്ഛ നമുക്ക് അവിടെ ആവശ്യമില്ല. അടുത്ത് നോക്കിയേ, ഉച്ഛിഷ്ടം. അതിന് ഫേമസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഡയലോഗ് ഇല്ലേ സുരേഷ് ഗോപിയുടെ, എന്താണ്, മോഹൻ തോമസിന്റെ
ഉച്ഛിഷ്ടവും അമേദ്യവും കൂട്ടിക്കുഴച്ച് 4 നേരം മൃഷ്ടാന്ന ഭോജ്യം എന്നുള്ള രീതിയിലുള്ള ഒരു സംഭാഷണം നമ്മൾ കേട്ടിട്ടുണ്ട്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു സംഭാഷണ ശകലം. അപ്പോൾ അതിൽ വന്നിട്ടുള്ള ഉച്ഛിഷ്ടം, സുരേഷ് ഗോപി അത് ഉച്ചരിക്കുമ്പോൾ തന്നെ അതിന്റെ കറക്റ്റ് ഒരു പ്രൊണൗൺസിയേഷൻ നമുക്ക് കിട്ടും. ഉച്ഛിഷ്ടം. അപ്പോൾ അവിടെ ഉച്ഛിഷ്ടം എന്നല്ല പറയാറ്. അപ്പൊ നിങ്ങൾ എപ്പോഴും എന്താണ് ചിന്തിക്കുക, അവിടെ വേണ്ടത് എന്താണ്? ഉച്ഛിഷ്ടമാണ്. ഈ ഇച്ഛായല്ല. ഒരിക്കലും നമ്മൾ തെറ്റായിട്ട് അവിടെ ഈ ഇച്ഛ ഉപയോഗിക്കരുത്. ഏതാണ്? ഈ 2 ചാ ചേർന്ന് വരുന്ന, ചായും ചായും കൂടെ ചേർന്ന് വരുന്ന ഇച്ഛായാണ് നമുക്ക് അവിടെ ആവശ്യം. അപ്പോൾ ഉച്ഛിഷ്ടം ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എപ്പോഴും അത് ശ്രദ്ധിക്കുക. ഇതും എന്താണ് ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത നോക്കിയേ, ഉച്ഛ്വാസം. ഉച്ഛ്വാസമല്ല, ഉച്ഛ്വാസമാണ് നമുക്ക് അവിടെ ആവശ്യം. അതും അച്ഛന്റെ ഇച്ഛായാണ് അവിടെയും വരുന്നത്. അപ്പൊ ഉച്ഛിഷ്ടത്തിനും ഉച്ഛ്വാസത്തിനും എന്താണ്? ഇച്ഛായാണ് വരേണ്ടത്. നിങ്ങൾ ചാ കൊടുക്കരുത്, അതുപോലെ തന്നെ വെറും ചാ കൊടുക്കരുത്. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് ക്ലിയർ ആയിട്ട് നോക്കി പോകുക, എഴുതി പഠിക്കുക. എത്ര സമയം എടുത്തിട്ടാണെങ്കിലും നമ്മളത് എഴുതി തന്നെ പഠിച്ചു പോവുക. നമ്മുടെ 1 മാർക്ക് എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. ആ 1 മാർക്ക് ചിലപ്പോൾ നമ്മളെ റാങ്കിൽ എത്തിക്കാനായിട്ട് സഹായിക്കും. അപ്പൊ നിങ്ങൾ എന്താണ് ആ 1 മാർക്ക് എപ്പോഴും 1 മാർക്ക്, അത് ഏത് സബ്ജക്റ്റിന്റെ ആണെങ്കിലും 1 മാർക്ക് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അത് കളയാൻ പറ്റില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഏത് രീതിയിലാണെങ്കിൽ നമ്മളത് പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നോക്കിയേ, ഐശ്ചികം. ഈ ഐശ്ചികം എന്ന് പറയുന്ന ചായും കൂടെ ചേർന്നിട്ട് എഴുതേണ്ട ആവശ്യമില്ല. എന്താണ്? ഇത് മതി, ചായും അച്ഛന്റെ ഇച്ഛ മതി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ആച്ഛാദനത്തിനും അച്ഛന്റെ ഇച്ഛ, ഉച്ഛിഷ്ടത്തിനും അച്ഛന്റെ ഇച്ഛ, ഉച്ഛ്വാസത്തിനും അച്ഛന്റെ ഇച്ഛ, ഐച്ഛികത്തിനും അച്ഛനോട് നമുക്ക് ഇത്ര സ്നേഹം കൂടുന്നത് ആ ഒരു രീതിയിൽ ചിന്തിക്കുക. നമുക്ക് അച്ഛനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ അച്ഛന്റെ ഇച്ഛ വരുന്നത്, ചിലപ്പോൾ അച്ഛനായിരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളെ റാങ്കിലോട്ട് എത്തിക്കാനായിട്ട്, അല്ലേ? അപ്പോൾ ഇച്ഛ, നിങ്ങൾ ഇച്ഛ വരുന്ന വാക്കുകൾ മെയിനായിട്ട് നിങ്ങൾ പഠിച്ചു പോവുക. PSCക്ക് വളരെ ഇഷ്ടമുള്ള ഒരു അക്ഷരമാണ് ഇച്ഛ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഐച്ഛികത്തിന് എന്താ അർത്ഥം വരുന്നത്? ഐച്ഛികം എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ടത് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഐച്ഛിക വിഷയം മലയാളമാണെന്നുള്ള രീതിയിൽ നമ്മൾ പറയില്ലേ, എൻ്റെ ഇഷ്ടപ്പെട്ട വിഷയം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഐച്ഛികം എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇഷ്ടമുള്ള, തിരഞ്ഞെടുത്ത, ആ ഒരു രീതിയിൽ ഇഷ്ടപ്പെട്ട വിഷയം നമ്മൾ തിരഞ്ഞെടുത്ത ഐച്ഛിക വിഷയം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഐച്ഛികം, അത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അടുത്ത് നോക്കിയേ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആന്തരികം, ഇവിടെ റിപ്പീറ്റ് അടിച്ച് വന്നിരിക്കുന്നു, സോറി. അപ്പോൾ അടുത്ത് നോക്കിയേ, ആധുനികം. ആന്തരികം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അവിടെ എന്താണ്? ആന്തരികത്തിന് ഈ എന്താണ് ദീർഘിച്ച ഇകാരത്തിന്റെ ആവശ്യമില്ല എന്ന് നമ്മൾ പറഞ്ഞു. നേരെ തിരിച്ച് മറ്റേതിന്റെ ബാലൻസ് ആണ്. ആധുനികം എന്നല്ല നമ്മൾ പറയേണ്ടത്, ആധുനികം എന്നാണ് പറയേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആയല്ലോ, മനസ്സിലായല്ലോ. അടുത്ത നോക്കിയേ, പുശ്ചം. നമ്മളിങ്ങനെ പറയാറില്ലല്ലോ പുശ്ചം. എന്താണ്? എന്തിനോടെങ്കിലും ഉള്ള ഒരു നിന്ദ എന്നുള്ള രീതിയിൽ നമ്മളത് അതിൻ്റെ ഒരു അർത്ഥം പറയും. അപ്പോൾ എന്താ, ഒരു വെറുപ്പ്, ഒരു പുച്ഛഭാവം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ പുച്ഛം അല്ല, എന്താണ്? പുച്ഛം. അച്ഛൻ്റെ ഇച്ഛ അവിടെയും വന്നേക്കുന്നു, പുച്ഛമാണ് നമുക്ക് വേണ്ടത്. അതുപോലെ നോക്കിയേ, റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ PSCക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ചോദ്യമാണ്. യാദൃശ്ചികം. അപ്പോൾ യാദൃശ്ചികമല്ല, എന്താ അവിടെ വരേണ്ടത്? യാദൃച്ഛികമാണ് വരേണ്ടത്. അതും അച്ഛൻ്റെ ഇച്ഛയാണ്. നിങ്ങൾ ഇച്ഛ വരുന്നതെല്ലാം എന്ത് ചെയ്യുക? ഒരു പേപ്പർ എടുക്കുക, അത് ഓരോന്നായിട്ട് താഴെയായിട്ട് എഴുതുക, ഇങ്ങനെ പഠിച്ചു പോവുക. അച്ഛനെ മനസ്സ് വിചാരിക്കുക, ഇതെല്ലാം കൂടെ പഠിച്ചു പോവുക. അച്ഛൻ്റെ ഇച്ഛയാണ് എല്ലായിടത്തും വന്നിരിക്കുന്നത്. അപ്പോൾ യാദൃച്ഛികമല്ല, നമുക്ക് എന്ത് മതി? യാദൃച്ഛികം മതി. അപ്പോൾ ഇച്ഛയാണ് അവിടെ വരേണ്ടത്. അത് നോക്കിയേ, വിദ്യുശക്തി. വിദ്യുശക്തിയാണോ കറക്റ്റ് ആയിട്ടുള്ള ഒരു പദപ്രയോഗം എന്ന് പറയുന്നത്? നമുക്ക് വേണ്ടത് വിദ്യുത് ശക്തി മതി. അതായത് അച്ഛന്റെ ഇച്ഛ അവിടെയും വന്നേക്കുന്നു, വിദ്യുത് ശക്തി മതി. ഓക്കെ, അടുത്ത് നോക്കിയേ, അനുഷ്ഠിക്കുക. ഈ ടകാരം നോക്കിയേ, അനുഷ്ഠിക്കുക. ഡായല്ല നമുക്ക് അവിടെ വേണ്ടത്. എന്ത് മതി? 0 ഡായാണ് വേണ്ടത്. അനുഷ്ഠിക്കുക ആണ് നമുക്ക് ആവശ്യം, അനുഷ്ഠിക്കുക അല്ല. അപ്പോൾ ടകാരത്തിന്റെ ആ ഒരു ഉച്ചാരണം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. അനുഷ്ഠിക്കുക 0 ഢായാണ് നമുക്കവിടെ വേണ്ടത്. അടുത്ത് നോക്കിയേ, അപകൃഷ്ടൻ. 0 ഡായാണ് വന്നിരിക്കുന്നത്. 0 ഡാ അപകൃഷ്ടനിൽ വരുവാണെങ്കിൽ അത് തെറ്റാണ്. നമുക്ക് വേണ്ടത് ഏതാണ്? ഡായാണ് വേണ്ടത്. അപകൃഷ്ടനാണ്. അപകൃഷ്ടൻ താഴ്ത്തപ്പെട്ടവൻ അല്ലെങ്കിൽ താഴ്ന്ന നിലയിലോട്ടൊക്കെ ഇരിക്കുന്ന ആ ഒരു രീതിയിൽ. ഉത്കൃഷ്ടൻ എന്ന് പറയുമ്പം ഉയർച്ച പ്രാപിച്ചവൻ, ഉത്കൃഷ്ടൻ. അതുപോലെ തന്നെ നമ്മൾ അത് കിടക്കുന്നു, ഉത്കൃഷ്ടം.
പൂജ്യം ഡായല്ല, എസ് ഡായാണ്. അപകൃഷ്ടനും ഉത്കൃഷ്ടവും അതുപോലെ തന്നെ അവശിഷ്ടവും എല്ലാം എന്താണ് വേണ്ടത്? ടായാണ് വേണ്ടത്, എസ് ഡായാണ് വേണ്ടത്. അവിടെ ഒരിക്കലും പൂജ്യം ഡാ വരില്ല, അതുപോലെ തന്നെ ഈ ഡാ വരില്ല. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പോൾ അപകൃഷ്ടന് എസ് ഡായാണ് വരേണ്ടത്. ഉത്കൃഷ്ടം, ഉത്കൃഷ്ടം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠം എന്നുള്ള അർത്ഥത്തിലാണ്. ഉത്കൃഷ്ട ഭാഷ ഏതാണ്? ഉത്കൃഷ്ട ഭാഷ എന്ന് പറയുന്നത് സംസ്കൃതമാണ് അല്ലേ? ആര്യഭാഷ, ഉത്കൃഷ്ട ഭാഷ എന്നൊക്കെ പറയുന്നത് സംസ്കൃതമാണ്. അപ്പോൾ ഉത്കൃഷ്ടം എന്ന് പറയുന്നത് ശ്രേഷ്ഠമായിട്ടുള്ളത് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ശ്രേഷ്ഠ ഭാഷ അല്ലെങ്കിൽ ശ്രേഷ്ഠം എന്നുള്ള രീതിയിലൊക്കെ വരുന്നത്, ഉത്കൃഷ്ടം എന്നൊക്കെ വരുന്നത് എസ് ഡായാണ്. ശ്രേഷ്ഠം നിങ്ങളത് എന്താ പറയുക, പൂജ്യം ഡായാണല്ലേ വരുന്നത്, ശ്രേഷ്ഠം. അപ്പം അത് നിങ്ങൾ മനസ്സിലൊന്ന് ഓർമ്മിച്ച് വയ്ക്കുക. ഈ ഡാ പഠിക്കുന്ന കൂട്ടത്തിൽ എല്ലാ ഡാ വരുന്ന അക്ഷരങ്ങളും ഒന്ന് എഴുതി പോകാനായിട്ട് ശ്രമിക്കുക. അടുത്ത് നോക്കിയേ, അഷ്ടമി. അഷ്ടമിയിൽ പൂജ്യം ഡായല്ല വരുന്നത്. അപ്പോൾ ഇതെന്താണ്? തെറ്റാണ്. നമുക്ക് വേണ്ടത് അഷ്ടമിയാണ്. അഷ്ടമി എന്ന് പറയുന്നത് എസ് ഡായാണ് വരേണ്ടത്, പൂജ്യം ഡായല്ല. ഇവിടെ നോക്കിയേ, എസ് ഡായാണ് കിടക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് വേണ്ടത്, അഷ്ടമി. അത് എട്ടാമത്തെ തിഥി എന്നുള്ള രീതിയിലാണ് അതിൻ്റെ അർത്ഥം വരുന്നത് അഷ്ടമിക്ക്. ഓക്കെ, അടുത്ത് നോക്കിയേ, കനിഷ്ഠൻ. കനിഷ്ഠനിൽ എപ്പോഴും ശ്രദ്ധിക്കുക, പൂജ്യം ഡായാണ് വരുന്നത്, എസ് ഡായല്ല. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ സംഭവിക്കാം. അപ്പോൾ നിങ്ങളത് ഓരോ പദങ്ങളും എഴുതി തന്നെ പഠിച്ചു പോവുക. അല്ലാതെ ഇതിൽ നമുക്ക് വേറെ ഒരു മാർഗവുമില്ല, എഴുതി തന്നെ പഠിച്ചു പോവുക. അത് എഴുതുന്നത് പോലെ തന്നെ ഉച്ചരിക്കാനും ശ്രമിക്കുക. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് പോവുക. അപ്പോൾ കനിഷ്ഠൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇളയ സഹോദരൻ എന്നുള്ള അർത്ഥത്തിലാണ് അത് വരുന്നത്, ഇളയ സഹോദരൻ. അപ്പോൾ ഇളയ സഹോദരനാണ് കനിഷ്ഠൻ. ഇനി കുനിഷ്ഠൻ എന്താണ്? കനിഷ്ഠൻ ഇളയ സഹോദരൻ. അപ്പൊ കുനിഷ്ഠൻ എന്താണ്? കുനിഷ്ഠൻ എന്ന് പറഞ്ഞാൽ എന്താ, ദുസ്വഭാവമുള്ളവൻ, ദുസ്വഭാവി എന്നുള്ള അർത്ഥത്തിലാണ് കുനിഷ്ഠൻ വരുന്നത്. കുനിഷ്ഠനും ഈ പറയുന്ന പൂജ്യം ഡായാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, കുനിഷ്ഠൻ. കുനിഷ്ഠൻ എന്ന് പറഞ്ഞാൽ ദുസ്വഭാവി എന്നുള്ള അർത്ഥത്തിൽ വരും. കുനിഷ്ഠൻ ദുസ്വഭാവി എന്നുള്ള അർത്ഥത്തിൽ വരും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം എസ് ഡാ എവിടെ ചേർക്കണം, പൂജ്യം ഡാ എവിടെ ചേർക്കണം, അതുപോലെ തന്നെ അച്ഛൻ്റെ ഇച്ഛ എവിടെ ചേർക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി വെച്ചേക്കാം. അടുത്ത് നോക്കിയേ, കഷ്ടപ്പാട്. ഈ കഷ്ടപ്പാട് എന്ന് നമ്മൾ പറയാറുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് പൂജ്യം ഡാ ആവശ്യമില്ല. നമുക്ക് എന്ത് മതി? ഈ എസ് ഡാ മതി. കഷ്ടപ്പാട്, ഇതാണ് ശരിയായിട്ടുള്ളത്. അതുപോലെ കുടുംബം അല്ല, എന്താണ്? കുടുംബമാണ്. എസ് ഡായും എന്താണ്, ഊ അടയാളവും അടയാളവും കൂടെ ചേരുമ്പോൾ ഡും എന്നുള്ള രീതിയിലാണ് ഉച്ചരിക്കുന്നത്, കുടും അല്ല. അപ്പോൾ ഈ പറയുന്ന ആഢ്യത്വമുള്ള ഡാ നമുക്ക് ആവശ്യമില്ല. എന്ത് മതി? ഈ എസ് ഡാ മതി. കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നതാണ് കുടുംബം എന്നുള്ള അർത്ഥത്തിൽ കുടുംബം. അപ്പോൾ എസ് ഡാ മതി കേട്ടോ. അടുത്ത് നോക്കിയേ, കോപിഷ്ഠൻ. കോപിഷ്ഠനല്ല, കോപിഷ്ഠൻ ആണ്. കോപിഷ്ഠൻ ആണ്, കോപിഷ്ഠനല്ല. അപ്പോൾ ആ ഉച്ചാരണം നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് കോപിഷ്ഠൻ ആണ്, കോപിഷ്ഠൻ അല്ല. അതുപോലെ ദുഷ്ടൻ എന്ന് നമ്മൾ പറയാറുണ്ടോ? ഇല്ല, ദുഷ്ടൻ എന്നേ പറയാറുള്ളൂ. അപ്പോൾ എസ് ഡായാണ് നമുക്ക് വേണ്ടത്, പൂജ്യം ഡായല്ല. പൂജ്യം ഡായ്ക്ക് ഇച്ചിരി ഒരു കട്ടി കൂടുതലാണ്. ദുഷ്ടൻ എന്ന് പറയുന്ന രീതിയിലല്ല നമ്മളത് ഉപയോഗിക്കേണ്ടത്, ദുഷ്ടൻ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എസ് ഡാ നമുക്ക് അവിടെ ആവശ്യം മതി. അടുത്ത് നോക്കിയേ, ദൃഷ്ടാന്തം. ദൃഷ്ടാന്തം എന്ന് നമ്മൾ ഉപയോഗിക്കാറുണ്ടോ? ഇത് തെറ്റാണ്, ദൃഷ്ടാന്തമാണ് അല്ലേ. അപ്പൊ നമുക്ക് അവിടെ എന്ത് മതി? എസ് ഡാ മതി. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അതുപോലെ നിങ്ങൾ പ്രത്യേകിച്ച് ഡാ നോക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഏതൊക്കെ അക്ഷരങ്ങളാണ് വന്നേക്കുന്നത് എന്നുള്ളത്, നായും തായും കൂടെ ചേർന്നിട്ടുള്ള ഇന്തായാണ് ദൃഷ്ടാന്തത്തിനകത്ത് വന്നേക്കുന്നത്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു പോവുക. അതുപോലെ നികൃഷ്ടം അല്ല, നമുക്ക് എന്ത് മതി? നികൃഷ്ടം മതി. നികൃഷ്ടം എന്ന് പറയാറില്ല. അപ്പൊ ഈ പൂജ്യം ഡാ നമുക്ക് വേണ്ട. എന്ത് മതി? നമുക്ക് നികൃഷ്ടം എന്നുള്ള രീതിയിൽ മതി. എസ് ഡായാണ്. അത് നിങ്ങൾ പ്രത്യേകിച്ച് നോക്കി തന്നെ പോവുക. എസ് ഡായാണ്, ഉച്ചരിച്ചും കൂടെ പോവുക കേട്ടോ. നിഷ്ഠ അല്ല, നിഷ്ഠ. നിഷ്ഠ ആണ് നമുക്ക് ആവശ്യം. അപ്പം പൂജ്യം ഡായാണ് വേണ്ടത്, നിഷ്ഠ അല്ല. അപ്പൊ ഇത് തെറ്റാണ് കേട്ടോ. അത് നോക്കി, പാപിഷ്ടൻ. പാപിഷ്ടനാണോ? പാപിഷ്ഠൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് പൂജ്യം ഡായാണ് വേണ്ടത്. പാപിഷ്ഠൻ എന്ന് പറഞ്ഞാൽ വലിയ പാപി എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഒരു വാക്ക് ഉപയോഗിച്ച് കാണുന്നത്. അത് നോക്കിയേ, പ്രതിഷ്ഠ. ഈ പ്രതിഷ്ഠ എസ് ഡായല്ല നമുക്ക് വേണ്ടത്, പ്രതിഷ്ഠ ആണ്, പൂജ്യം ഡായാണ് അവിടെ ആവശ്യം. അടുത്ത് നോക്കിയേ, സന്തുഷ്ടം.
സന്തുഷ്ടം എന്ന് നമ്മൾ പറയാറില്ല. എന്താ പറയാ, സന്തുഷ്ടം അല്ലേ, വളരെ സന്തുഷ്ടമായിരുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ അവിടെ എസ് ഡാ മതി. ആ ഡായ്ക്ക് അത്രത്തോളം കട്ടി കൊടുക്കേണ്ട, സന്തുഷ്ടം എന്നുള്ള രീതിയിൽ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ 0 ഡാ നമുക്ക് അവിടെ ആവശ്യമില്ല. എന്ത് മതി, നമുക്കിവിടെ എസ് ഡാ മതി. ഇതാണ് ശരിയായിട്ടുള്ളത്. അതുപോലെ നോക്കിയേ, സാഷ്ടാംഗം. നമ്മളിങ്ങനെ സാഷ്ടാംഗം എന്ന് പറയുമോ, ഇത് തെറ്റാണ്. നമുക്ക് എന്ത് മതി, സാഷ്ടാംഗം മതി. ആ എസ് ഡായ്ക്ക് അത്ര കട്ടി കൊടുത്തല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, സാഷ്ടാംഗം മതി. ഇതാണ് കറക്റ്റ്. അത് നോക്കിയേ, എപ്പോഴും നമ്മളെ യാദൃശ്ചികം വന്നതുപോലെ, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സാമ്രാട്ടൊക്കെ പറഞ്ഞതുപോലെ PSCക്ക് വളരെ ഇഷ്ടമുള്ള വേറൊരു പദമാണ് സൃഷ്ടാവ്. സൃഷ്ടാവല്ല, നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, സ്രഷ്ടാവ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഇതാണ് കറക്റ്റ്. അപ്പം ഇവിടെ അടയാള ചിഹ്നം, ഇറിന്റെ ചിഹ്നം കൊടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു വയ്ക്കുക. ഇതല്ല നമുക്ക് വേണ്ടത്. എങ്ങനെയാണ്, സ്ര എന്നുള്ള അർത്ഥത്തിൽ രൂപത്തിലാണ് നമുക്കവിടെ ആവശ്യപദം. അപ്പോൾ സ്രഷ്ടാവാണ്, സൃഷ്ടാവല്ല. അത് നിങ്ങൾ ഓർത്തു വെക്കുക. സ്വാദിഷ്ടം അല്ല, സ്വാദിഷ്ടം ആണ്. സ്വാദിഷ്ടമായ ഭക്ഷണം, സ്വാദിഷ്ടമായ ഭക്ഷണം. നമ്മൾ എപ്പോഴും പറയുന്നത് സ്വാദിഷ്ടം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ എസ് ഡായ് അല്ല നമുക്ക് അവിടെ ആവശ്യം, ഈ 0 ഡായാണ്. അതുപോലെ തന്നെ അന്തസത്ത നോക്കിയേ, വിസർഗം വരുന്ന സമയത്ത് ഈ അന്തസത്ത എന്നുള്ളത് ഇത് ഇങ്ങനെയല്ല എഴുതേണ്ടത്. എന്താണ്, ഈ വിസർഗം ഒന്നുകിൽ നമ്മൾ വിസർഗം ചേർത്ത് എഴുതുക, അല്ലെങ്കിൽ വിസർഗമില്ലാതെ വിസർഗത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന എന്താണ്, പുറകെ പിന്നാലെ വരുന്ന പരമായിട്ട് വരുന്ന അക്ഷരം. പരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, അന്തഹ അധികം സത്ത. ഇതിന്റെ ഈ വിസർഗത്തിന് പരമായിട്ടെന്ന് പറയുമ്പോൾ വിസർഗത്തിന്റെ പിന്നാലെ കിടക്കുന്ന രണ്ടാമത്തെ അതായത് ഉത്തരപദത്തിന്റെ ആദ്യത്തെ അക്ഷരം അതൊന്ന് നമ്മൾ ഇരട്ടിച്ചു കൊടുത്താൽ മതിയാവും. ഒന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതുക, ദീർഘം വെച്ചിട്ട് വിസർഗം വെച്ചിട്ട് അന്തസത്ത എന്നുള്ള രീതിയിൽ എഴുതുക, അല്ലെങ്കിൽ വിസർഗം മാറ്റിയിട്ട് സകാരം ഇരട്ടിച്ചു കൊടുക്കുക, അന്തസത്ത എന്നുള്ള രീതിയിലാക്കുക. ഇത് 2 രീതിയിൽ വന്നാലും ഇത് എന്താണ്, കറക്റ്റ് ആണ്. അതുപോലെ മനോസാക്ഷിയല്ല, ഒന്നുകിൽ നമ്മൾ വിസർഗം ചേർത്ത് എന്ത് ചെയ്യുക, മനസാക്ഷി എന്ന് എഴുതുക, അല്ലെങ്കിൽ വിസർഗമില്ലാണ്ട് അടുത്ത് കിടക്കുന്ന സകാരത്തിനെ ഇരട്ടിച്ച് മനസാക്ഷി എന്നുള്ള രീതിയിൽ, മനസാക്ഷി എന്നുള്ള രീതിയിൽ നമ്മളത് ഉപയോഗിക്കുക. ഒന്നുകിൽ മനസാക്ഷി അല്ലെങ്കിൽ മനസാക്ഷി എന്നുള്ള രീതിയിൽ അതിനെ ആക്കി പോവുക. ഇങ്ങനെ 2 രീതിയിൽ എഴുതിയാലും ശരിയാണ്. അടുത്ത മനോസുഖമല്ല, അവിടെ എന്ത് മതി, മനസ്സുഖം അല്ലെങ്കിൽ സകാരം ഇരട്ടിച്ച് മനസ്സുഖം എന്നുള്ള രീതിയിൽ മതി. അപ്പൊ ഇങ്ങനെ 2 രീതിയിൽ എഴുതിയാലും ശരിയാണ്. അടുത്ത നോക്കിയേ, വഷളത്വം. നമ്മൾ മലയാള പദവും സംസ്കൃത പദവും, ഈ സംസ്കൃത പദങ്ങളിൽ കൂടുതലും ചേർന്ന് വരുന്നത് ത്വമാണ്. നിങ്ങളത് ഓർത്തു വെക്കുക. സംസ്കൃത പദങ്ങളിൽ ത്വമും മലയാള പദങ്ങൾക്ക് എപ്പോഴും ശരിയാക്കുന്നത് തം എന്ന് പറയുന്ന പ്രത്യയവുമാണ്. അപ്പൊ നിങ്ങൾ മലയാള പദങ്ങൾ എഴുതുമ്പോൾ അതിൻ്റെ കൂട്ടത്ത് തം ചേർക്കാനായിട്ട് നോക്കുക, അങ്ങനെ വരുന്ന പദങ്ങൾ. അപ്പൊ നോക്കിയേ, വഷളത്വം അല്ല, വഷളത്തം. വഷളത്തം മലയാള പദമാണ് കേട്ടോ. അതുപോലെ വിഡ്ഢിത്വം അല്ല, എന്താണ്, വിഡ്ഢിത്തം ആണ്. വിഡ്ഢി എന്ന് പറയുന്നത് മലയാള പദമാണ്. വിഡ്ഢിത്തം എന്ന് പറയുമ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രയോഗമാണ്. അടുത്ത മുട്ടാളത്വമല്ല, എന്ത് മതി, മുട്ടാളത്തം മതി. മുതലാളിത്വമല്ല, എവിടെ എന്ത് മതി, മുതലാളിത്തം മതി. പങ്കാളിത്വമല്ല, അവിടെ എന്താണ്, പങ്കാളിത്തം മതി. പതിവ്രത, നോക്കിയേ, ഇങ്ങനെ എഴുതുന്നത് തെറ്റാണ്. അപ്പൊ ഇത്തം വരുന്നത് നിങ്ങളൊന്ന് നോക്കി പോവുക. അതുപോലെ പതിവ്രത എന്ന് പറയുന്നത് ഇങ്ങനെയല്ല നമ്മൾ എഴുതേണ്ടത്. എങ്ങനെയാണ്, വ്രത എന്നുള്ള രീതിയിൽ വേണം എഴുതാനായിട്ട്. അപ്പം പതിവ്രത, ഇങ്ങനെയാണ്, വ്രത എന്നുള്ള രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ ഭർത്താവിൽ നിഷ്ഠയുള്ളവൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ പതിവ്രത അതിന്റെ ഒറ്റപ്പദമാക്കി മാറ്റുന്നത്. ഭർത്താവിൽ നിഷ്ഠയുള്ളവൾ പതിവ്രത എന്നുള്ള രീതിയിൽ. അപ്പോൾ പതിവ്രതയല്ല, പതിവ്രതയാണ്. വ്രതയാണ്, വ്രതയല്ല. ഓക്കെ. അടുത്ത് നോക്കിയേ, അന്വേഷിക്കുക. ഇങ്ങനെയല്ല, ഇത് തെറ്റായിട്ട് എഴുതി പോകുന്നത്, അന്വേഷിക്കുക എന്നുള്ളത്. അത് അന്വേഷിക്കുകയാണ്. ഇവിടെ വകാര ചിഹ്നമാണ് ആവശ്യം വരുന്നത്. അന്വേഷിക്കുകയാണ് കറക്റ്റായിട്ട് വരുന്ന വാക്ക് എന്ന് പറയുന്നത്. അടുത്ത് നോക്കിയേ, നമ്മൾ ഈ താ ചേർത്തിട്ട് തെറ്റായ രീതിയിൽ പല പദങ്ങളും പ്രയോഗിക്കും. താ ചേർത്തിട്ട് അപാകത. അപാകത എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. എന്താണ്, അപാകം എന്ന് പറഞ്ഞാൽ മതി. ഔദാര്യതയല്ല, ഔദാര്യം എന്ന് പറഞ്ഞാൽ മതി. കാഠിന്യതയല്ല, എന്ത് നമ്മൾ പറഞ്ഞാൽ മതി, കാഠിന്യം പറഞ്ഞാൽ മതി. അതുപോലെ ദൈന്യതയല്ല, ദൈന്യം പറഞ്ഞാൽ മതി. ഇത് ഇപ്പം ഈ കഴിഞ്ഞ എക്സാമിൽ ഒരെണ്ണത്തിൽ ചോദിച്ചതാണ് ദൈന്യത എന്നുള്ളത്. അപ്പോൾ ദീനന്റെ ഭാവമാണ് ദൈന്യത. അപ്പോൾ
അത് ശരിയാണോ ഞാനിപ്പോ പറഞ്ഞത്? ദീനന്റെ ഭാവം ദൈന്യതയാണോ? ദീനന്റെ ഭാവം ദൈന്യം. ഓക്കെ, അപ്പൊ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്ത നോക്കിയേ, ഇത് ഒന്നും കൂടെ എന്താണ് റിപ്പീറ്റ് ആയിട്ട് വന്നതാണ്. അതുപോലെ നോക്കിയേ, ഔദാര്യത, ഔദാര്യം എന്നാണ് നമ്മൾ പറയേണ്ടത്. കാഠിന്യതയല്ല, എന്താണ് കാഠിന്യം എന്നാണ് പറയേണ്ടത്. വേഗത എന്നല്ല, വേഗത എന്ന് പലയിടത്തും നമ്മൾ ഉപയോഗിക്കാറുണ്ട്, നിത്യജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട് വേഗത. വേഗതയല്ല, അവിടെ എന്ത് മതി നമുക്ക്? വേഗം മതിയാകും. അതുപോലെ പ്രാബല്യത, പ്രാബല്യതയുടെ ആവശ്യമില്ല, പ്രാബല്യം എന്നുള്ളൊരു പ്രാബല്യത്തിൽ വന്നു എന്നുള്ള പ്രാബല്യം മതി, പ്രാബല്യത ആവശ്യമില്ല. അത് നോക്കിയേ, പ്രാമാണ്യത, പ്രാമാണ്യത എന്ന് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് എന്ത് മതി? പ്രാമാണ്യം മതി. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്ത് നോക്കിയേ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, ഒരുപാട് പദങ്ങൾ മലയാളത്തിലുണ്ട്. എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി പറഞ്ഞു പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, കാരണം അത്രത്തോളം പദങ്ങൾ മലയാളത്തിലുണ്ട്. അപ്പം ഞാൻ കുറച്ച് മുൻവർഷ ചോദ്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അതൊന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതുപോലെ നിങ്ങൾ എന്ത് ചിന്തിക്കുക, നമുക്ക് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മൾ അത് എഴുതാനായിട്ട് പ്രിപ്പയർഡ് ആയിരിക്കുക. അപ്പം നിങ്ങൾ എഴുതി തന്നെ പഠിച്ചു പോവുക. അപ്പം ഞാനിപ്പോൾ കൊടുത്തേക്കുന്നത് കുറച്ച് PYQs ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഹാൻഡ് ഔട്ട് നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക, അതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം ഹാൻഡ് ഔട്ട്സ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കിയാലോ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദമേത്? കവയിത്രി, അതുപോലെ യാദൃശ്ചികം, ബാഷ്പാഞ്ജലി, അതിഥി. അപ്പൊ ഇതിൽ ഏതാ കറക്റ്റ് ആയിട്ടുള്ളത്? കവയിത്രി എന്നാണോ നമ്മൾ ഉപയോഗിക്കേണ്ടത്? കവയിത്രി, കവയിത്രി ഇങ്ങനെയാണോ? ഇങ്ങനെയാണോ നമ്മൾ ഉപയോഗിക്കേണ്ടത്? കവയിത്രി. അപ്പൊ നമുക്ക് അടുത്തടുത്ത് കിടക്കുന്ന ഓരോന്ന് നോക്കിപ്പോ. യാദൃശ്ചികം നമ്മളിപ്പോ പഠിച്ചിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. യാദൃശ്ചികം, ഇത് നമുക്ക് ഈ ഇശ്ചായല്ല വേണ്ടത്, എന്താണ്? ചായാണ് വേണ്ടത്, യാദൃച്ഛികം. അതുപോലെ ബാഷ്പാഞ്ജലി എന്നാണ് നമ്മൾ പറയേണ്ടത്? അല്ല, ഇവിടെ എന്ത് മതി? ബാഷ്പാഞ്ജലി. ന്യായും ജായുമാണ് നമുക്ക് അവിടെ ആവശ്യം. അപ്പം ബാഷ്പാഞ്ജലി എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, നമുക്ക് എന്ത് മതി? ബാഷ്പാഞ്ജലി മതി. അപ്പോൾ ഇത് തെറ്റാണ്. അത് നോക്കിയേ, അതിഥി, അതിഥി രഥത്തിന്റെ ധായ കൊടുത്തേക്കുന്നത്, അത് തെറ്റല്ലേ? അപ്പൊ അതെങ്ങനെയാ എഴുതേണ്ടത്? അതിഥി എന്നാണ് എഴുതേണ്ടത്. അപ്പൊ നമുക്കറിയാം ഇത് തന്നെയാണ് ശരിയായിട്ടുള്ളത്. കവയിത്രി, കവനം ചെയ്യുന്നവൾ കവയിത്രി എന്നുള്ള രീതിയിൽ ഇതാണ് ശരിയായിട്ടുള്ളത്. അപ്പൊ കവയിത്രി നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. കവയിത്രി ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിച്ചതാണ്. യായ്ക്കും ത്രായ്ക്കും വള്ളി വേണം, യായ്ക്കും ത്രായ്ക്കും വള്ളി വേണം എന്നുള്ളത് ഓർത്ത് വെക്കുക. യായ്ക്കും ത്രായ്ക്കും വള്ളി വേണം. അടുത്ത് നോക്കിയേ, ശരിയായ രൂപമേത്? ആദരാഞ്ജലികൾ, ആദരാഞ്ജലികൾ, ആദരാഞ്ജലികൾ ഞായാണ് കേട്ടോ. ആദരാഞ്ജലികൾ, ആദരാഞ്ജലികൾ. അപ്പൊ ഇതില് ശരിക്കും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ടും കൺഫ്യൂഷൻ ആവും. അപ്പൊ നിങ്ങൾ ഓർക്കുക, പറയുന്നത് എങ്ങനെയാ? ആദരാഞ്ജലികൾ എന്നുള്ള രീതിയിലല്ലേ പറയുന്നത്. അപ്പോ ജായുടെ ശബ്ദമാണ് നമ്മൾ അവസാനിക്കുന്നതിൽ കേൾക്കുന്നത്, ആദരാഞ്ജലികൾ. അപ്പോ ഇവിടെ ജാ വരുന്ന അവസാനത്തിൽ നമ്മൾ അക്ഷരങ്ങൾ നോക്കുമ്പം ജാ എവിടെയെങ്കിലും ആദ്യം കിടപ്പുണ്ടോ എന്ന് നോക്കുക. അപ്പൊ നോക്കിയേ, ഇവിടെയൊക്കെ ഞായാണ്, ഇവിടെ ഞാ. അതുപോലെ നോക്കിയാൽ ഇവിടെ ജാ കിടപ്പുണ്ട്, പക്ഷെ അതിന് മുന്നുള്ള അക്ഷരം കൂടെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ തായാണ് കിടക്കുന്നത്. അപ്പൊ ഇതും തെറ്റാണ്. അപ്പൊ നമുക്കറിയാം ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം, ആദരാഞ്ജലികൾ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, എന്താണ്? ഞായും ജായും കൂടെ വേണം ചേർന്ന് വരേണ്ടത്, ജായും ഞായും കൂടെ അല്ല എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ച് വെക്കുക. അടുത്ത് നോക്കിയേ, ശരിയായ പദമേത്? ഐക്യത, ഏകത്വം, ഐക്യം, ഐകമത്യം. ഐക്യത എന്ന് നമ്മൾ പറയാറില്ല, ഏകത്വം എന്ന് നമ്മൾ പറയാറില്ല, ഐക്യം എന്ന് നമ്മൾ പറയാറുണ്ട്, ഐകമത്യം, ഐകമത്യമാണ്, ഐകമത്യമല്ല. അപ്പൊ ഇതും തെറ്റാണ്. അപ്പൊ ഐക്യമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത് നോക്കിയേ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏതെന്നുള്ളതാണ്. അതിഥി, ആതിഥി, അതിഥി, അതുപോലെ തന്നെ അതിഥി. ഇത് ഇത് നമുക്ക് ഒരു എണ്ണം നമുക്ക് അവിടെ എന്താണ് ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഈ 3 ഓപ്ഷൻ നിങ്ങൾ നോക്കിയേ, അതിഥി, ആതിഥി, അതിഥി. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഇതല്ലേ? തായാണ് നമുക്ക് വേണ്ടത്. തറയുടെ തായും രഥത്തിന്റെ ദായും ചേർന്നിട്ടുള്ള അക്ഷരമാണ് നമുക്ക് അവിടെ വേണ്ടത്. അപ്പോ ആയുടെ കൂടെ ആ,
അതുപോലെ തീ, അതി. അപ്പം തറയുടെ തായും രഥത്തിന്റെ തായും ഇതാണ് നമുക്ക് വേണ്ടത്. അതിഥി നിങ്ങൾ തെറ്റിക്കരുത്. ഓക്കെ, അടുത്ത് നോക്കിയേ, ശരിയായ പദം തിരഞ്ഞെടുക്കുക. മനസാക്ഷി, 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 മനസാക്ഷി. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ഇതില്, ഒന്നുകിൽ നമുക്ക് വിസർഗം വെച്ചിട്ടുള്ളത് രീതിയിലും എഴുതാം, മനസാക്ഷി എന്നുള്ള രീതിയിൽ എഴുതാം. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം, സകാരം ഇരട്ടിച്ചു വന്നിട്ട് നമുക്ക് എഴുതാം. അപ്പൊ ഇതിൽ രണ്ട് ശരിയായിട്ടുള്ള ഉത്തരം കിടപ്പുണ്ട്. ഇങ്ങനെ നമുക്ക് എഴുതാം, ഇങ്ങനെ നമുക്ക് എഴുതാം. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഇതൊന്ന് നോക്കി വെച്ചേക്കുക. അടുത്ത നോക്കിയേ, ശരിയായ പദമേത്? നിഘണ്ടു. നിഘണ്ടുവില് നായും ഡായും ചേർത്തിട്ടുള്ള ഇണ്ടായാണ് കിടക്കുന്നത്. അതേപോലെ രണ്ടാമത്തേല് എന്താണ്, ഘനത്തിന്റെ ഘായും ഇണ്ട, കണ്ടു എന്നതിലുള്ള ഇണ്ടായാണ് കിടക്കുന്നത്. അതുപോലെ നിഘണ്ടു, മൂന്നാമത്തെ ഓപ്ഷൻ തന്നേക്കുന്നതിൽ ഗംഗയുടെ ഗായും ഇണ്ടായും ചേർന്നിട്ടാണ് വന്നേക്കുന്നത്. അടുത്ത് നോക്കിയേ, നഖത്തിന്റെ ഖായും ഇണ്ടായും. അപ്പൊ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? നമുക്ക് ഈ പറയുന്ന നഖത്തിന്റെ ഖാ വന്ന അവിടെ തെറ്റാണ്. അതുപോലെ ഈ നായും ഡായും ഒരിക്കലും വരില്ല. അതുപോലെ എന്താണ്, ഗംഗയുടെ ഗ ഇതും വരില്ല. അതുപോലെ നഖത്തിന്റെ ഗ. അപ്പൊ ഇങ്ങനെ നമ്മൾ മൂന്ന് രീതിയിൽ ഒരിക്കലും ഈ പദം എഴുതില്ല. നമുക്ക് എങ്ങനെ മതി അത്? നിഘണ്ടു എന്നുള്ള രീതിയിൽ. ഇതാണ് ശരിയായിട്ടുള്ളത്. ശരിയായ പദം തിരഞ്ഞെടുക്കുക. പീഠം, 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 പീഠം. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് പീഠമാണ്. പീഠം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. പീഠം, 0 ഡായാണ് വരേണ്ടത്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ പഠിച്ചു വന്നു. ഇപ്പൊ ഇതിന്റെ ബാലൻസ് എന്ന് പറയുന്നത് ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഇത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പം മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ തന്നെ ശരിയായ രീതിയിലും തെറ്റായ രീതിയിലും വരുന്ന പദങ്ങളുടെ ഒരു വലിയ ലിസ്റ്റും നമ്മുടെ ഹാൻഡ് ഔട്ട് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക, അതൊന്ന് പരിശോധിക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാം നല്ല രീതിയിൽ മലയാളം വിഭാഗത്തിൽ നിന്ന് പദശുദ്ധി എന്ന് പറയുന്ന ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ഒരു മാർക്ക് നമുക്ക് കളയാനുള്ളതല്ല, ഒരു മാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇനി നമ്മുടെ മലയാളം ടോപ്പിക്സിന് ഒരുപാട് ടോപ്പിക്സിനെ കുറിച്ചുള്ള വീഡിയോസ് വരും. അപ്പം നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഇത് ഉപകാരപ്രദമാകും എന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള ബാച്ചിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഓഫീസിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ ഒട്ടും ദൂരത്തല്ല, അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവരെ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. ഓക്കെ.